മൂന്നാമത്തെ കാര്യം തജ്വീജുൽ ബിക്രി, കന്യകയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പണി പാളും. നല്ലൊരു മിടുക്കനായ മരുവനെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുത്താൽ അത്രയും അവരുടെ ജീവിതം, അവരുടെ സംസ്കാരം, അവരുടെ ദീന് ഒക്കെ സേഫാവും. ഞാൻ ഈ മഞ്ചേരി അപ്പുറത്തുനിന്നൊരു രാത്രി വരുന്ന സമയത്ത് മഞ്ചേരി മുതൽ എൻ്റെ വീട് വരെ ഒരു സഹോദരി ഫോൺ വിളിച്ചു. അവരുടെ മോളുടെ അബദ്ധചലനങ്ങൾ പറയാൻ, വളരെ 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 ഫ്രോഡായ ഒരു ചെക്കനുമായുള്ള ബന്ധം പറയാൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ. ഇതൊരു കേസൊന്നുമല്ല. മക്കളെ കുറ്റപ്പെടുത്തണ്ട, സാഹചര്യം അങ്ങനെയാണ്, സംവിധാനങ്ങൾ അങ്ങനെയാണ്, കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയാണ്. ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ ആ ഉത്തേജനത്തെ വല്ലാതെ പെരുപ്പിക്കുന്ന വിധമുള്ള സംവിധാനങ്ങളാണ്. കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ ധൃതി കാണിക്കണം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ്, അതുകൊണ്ട് 18 വയസ്സ് പാകാവോളം നമ്മൾ കാത്തു വെക്കേണ്ടി വരും, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും, ദീന് പഠിപ്പിക്കേണ്ടി വരും. 18 നിയമത്തിന്റെ ആ പ്രശ്നം തീർന്നതിന്റെ പിറ്റേ ദിവസം കല്യാണം കഴിച്ചു കൊടുക്കണം. ഇനിയും പഠിക്കണം എന്നാണോ? അതിനുശേഷം വേണമെങ്കിൽ ആലോചിക്കാം. കോളേജിൽ പോയിട്ടായിരുന്നു കമല സുറയ്യ ഇംഗ്ലീഷിൽ എക്സ്പെർട്ട് ആയത്. അവർ സ്കൂളിൽ പോയിട്ടില്ല, അന്തർജനല്ലേ. ഇംഗ്ലീഷിൽ ജനിച്ച് ഇംഗ്ലീഷിൽ വളർന്ന് ഇംഗ്ലീഷിൽ PG ചെയ്യുന്ന ലണ്ടനിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ അവർ മാസം പോയില്ലേ?